ആണെങ്കിലും അത് ആരായിരിക്കും? ഏത്? കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ലേ, CPM-ലെ ഒരു മുതിർന്ന നേതാവ് BJP ചേരാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ രാമനിലയത്തിലെ തന്റെ മുറി വന്ന് ചർച്ച നടത്തിയെന്ന്. ആ നേതാവ് ദല്ലാൽ നന്ദകുമാർ മുഖേനയാണ് ചർച്ച നടത്തിയതെന്നും ആരാണെന്ന് നന്ദകുമാർ പറഞ്ഞിട്ടില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുമെന്നും പറഞ്ഞിട്ടില്ലേ? ഈ നേതാവിനെ BJP ചേർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര നേതാക്കളോട് നന്ദകുമാർ കോടികൾ ആവശ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അപ്പൊ അത്രയും വലിയൊരു നേതാവായിരിക്കുമല്ലോ. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ഏറെ അടുപ്പമുള്ള ഒരു നേതാവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് BJP പ്രവേശനം വേണ്ടാന്ന് വെച്ചത് പോലും. സംഭവം സത്യമാണെന്നറിയാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ദിവസത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പോരെ? അത് മതി. പക്ഷെ ആ ദൃശ്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കരുതെന്നുള്ള കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ആരോപണവും അന്നത്തെ ആ നേതാവിന്റെ നീക്കങ്ങളും ഒക്കെ പരിശോധിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. എന്താണെങ്കിലും 3 ദിവസത്തിന് ശേഷം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കാം.